ഹലോ ഫ്രണ്ട്സ്, വിവേകാണ് ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ സ്കൂട്ടർ സർവീസിന് ഞാൻ കൊണ്ടുവന്നിരിക്കുവാണ്. അപ്പോൾ സ്കൂട്ടർ എന്ന് വെച്ചാൽ എടുത്തിട്ടൊരു 2 വർഷമാകുന്നു. 10,298 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ സർവീസ് ചെയ്തിട്ട് ഒരു 4-5 മാസമായി. അപ്പോൾ ഇത്രയും കിലോമീറ്ററായി. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 7,500 ഞാൻ ലാസ്റ്റ് സർവീസ് ചെയ്തത്. ഇപ്പോൾ ഒരു 3-4 മാസത്തിൽ മുകളിലായി സർവീസ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത സർവീസിനായിട്ട് കൊണ്ടുവന്നിരിക്കുവാണ്. ഞാൻ വണ്ടി എടുത്തപ്പോൾ മുതൽ മെയിൻലി ഷോറൂമിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. ഇതിൻ്റെ പത്തനംതിട്ടയിൽ നിന്നാണ് വണ്ടി എടുത്തത്. പക്ഷേ ഇപ്പം ഞാൻ സർവീസ് ചെയ്യുന്നത് വെച്ചാൽ TVS ഐശ്വര്യ മോട്ടോഴ്സ് കോഴഞ്ചേരിയാണ് എനിക്ക് തൊട്ടടുത്തായിട്ടുള്ളത്. അതുമല്ല, എനിക്ക് കുറച്ചുകൂടെ അവിടെ വണ്ടികൾ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സർവീസ് ചെയ്ത് കിട്ടുന്നതുമാണ്. അങ്ങനെ വണ്ടി കയറ്റി. അപ്പോൾ ആദ്യം തന്നെ കിലോമീറ്റേഴ്സ് കൂടുതലായതുകൊണ്ട് ഞാൻ എയർ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം അഴിച്ചു വെച്ചു. അകത്തേക്ക് പൊടി എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല. കളർ തന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ഇതിനകത്താണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹോണ്ട ആക്റ്റീവ ആയിരുന്നു. അപ്പോൾ ഹോണ്ട ആക്റ്റീവയുടെ എന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്ന് തന്നെ അഴിക്കാൻ പറ്റുന്നതാണ് എയർ ഫിൽറ്റർ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത്രയൊന്നും അഴിക്കേണ്ട കാര്യം വരുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇത് മൊത്തം അതിൻ്റെ ഓരോ കണക്ഷനും എയർ ഫിൽറ്ററിൻ്റെ ഇൻലൈൻ, ഔട്ട്ലെറ്റ്, വാൽവ് എല്ലാം ഓപ്പൺ ആക്കി അഴിച്ചിട്ട് വേണം, അത് പുറത്തോട്ട് എടുത്തതിന് വേണം അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒന്ന് അഴിച്ച് നോക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2 വർഷത്തോളം ആയി വണ്ടി എടുത്തിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ മാറാം. എന്തോ അതിൽ 10,000 കിലോമീറ്ററായി. 10,000-15,000 കിലോമീറ്റർ മാറിയാൽ മതി. എന്നാലും ഇത്രയും കിലോമീറ്റർ ആയ സ്ഥിതിക്ക് അതങ്ങ് മാറാം എന്ന് വിചാരിച്ച് വന്നതാണ്. സ്കൂട്ടർ മെയിൻലി സർവീസിന് നമുക്ക് ബേസിക് സർവീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫ്രീ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിലോമീറ്റർ അനുസരിച്ച് അവർ ഓയിൽ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യും, ചെക്ക് ചെയ്യും. പിന്നെ കിലോമീറ്റർ ഓടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ ഓയിൽ മാറാറില്ല. ഇപ്പം സെക്കൻഡ് സർവീസ് ഫ്രീ സർവീസാണ്. ആ ഒരു 1000 അല്ലെ 1,500 ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഒരു 300 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യത്തില്ല, ബാക്കിയെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ എയർ ഫിൽറ്ററും കോമൺലി ഒരു 5,000 ശേഷം ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ ലാസ്റ്റ് സർവീസ് ചെയ്ത സമയത്ത് കുറച്ച് ധൃതി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പം അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇതുവരെ മാറിയിട്ടില്ല വണ്ടി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10,000 കിലോമീറ്ററായി. അപ്പോൾ ഫിൽറ്റർ മാറാമെന്ന് വെച്ചു. പിന്നെ ബാക്കി ഓയിൽ ചേഞ്ചും ഒക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കറൻ്റ്ലി ഉണ്ടായിരുന്ന എയർ ഫിൽറ്റർ. ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് കറൻ്റ്ലി ഉണ്ടായിരുന്ന എയർ ഫിൽറ്റർ. 10,000 കിലോമീറ്ററായി. ഇതാണ് കളറ്. ഇനി ഞാൻ പുതിയ എയർ ഫിൽറ്റർ വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ പുതിയ എയർ ഫിൽറ്റർ. ഇതിൻ്റെ കളർ കണ്ടോ, ഞാൻ എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാകുന്നതാണ്. ഇത് മൊത്തം പൊടിയായി ഇരിക്കുവാണ്. വണ്ടി സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഓടും. അത്രയ്ക്ക് പൊടി നല്ല ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 10,000-12,000 മാറേണ്ടിയാണ്. പിന്നെ വണ്ടി ഓൾമോസ്റ്റ് ഒരു 10 ആയതേ ഉള്ളൂ. 10,000 കഴിഞ്ഞു. അപ്പോഴേ അങ്ങ് മാറാമെന്ന് വെച്ചു. ഇതാണ് പുതിയ എയർ ഫിൽറ്റർ. എയർ ഫിൽറ്ററിന് ഓൾമോസ്റ്റ് ഒരു 250 റുപ്പീസൊക്കെയാണ് വരുന്നത്. അങ്ങനെ പുതിയ എയർ ഫിൽറ്റർ എല്ലാം വെച്ചതിന് ശേഷം തിരിച്ചിതെല്ലാം ക്ലോസ് ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹോണ്ട ആക്ടിവയുടെ ഒക്കെ എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറാൻ വേണ്ടി നമുക്ക് സൈഡിൽ നിന്ന് തന്നെ മാറാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ TVSൻ്റെ വണ്ടികൾക്കെല്ലാം ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സീറ്റും ആ സെക്ഷൻ എല്ലാം കൂടെ അഴിക്കണം. അപ്പോൾ അതിനെല്ലാം നട്ട്സും ഉണ്ട്. അതെല്ലാം അഴിച്ചതിന് ശേഷമാണ് എയർ ഫിൽറ്റർ മാറിയത്. ഇനി അടുത്തായിട്ട് മാറാൻ പോകുന്നതെന്ന് മാറുമല്ല, ഇനി അടുത്തായിട്ട് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ, ക്ലച്ച് ഡിസ്ക് ആ ഭാഗങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുക. അതും ഈ ബേസിക് സർവീസിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഷോറൂമിൽ അകത്ത് പോയി നിന്നാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ഞാൻ ഇവിടെ കൂടെ നിൽക്കുന്നതുകൊണ്ടും എനിക്ക് ആ ഒരു വണ്ടിയുടെ ആ സർവീസ് കുറച്ച് പെർഫെക്റ്റ് ആകണം എന്ന കാര്യം ഉള്ളത് കൊണ്ടും ഞാൻ കൂടെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അഴിച്ചു, ക്ലച്ചിൻ്റെ കാര്യങ്ങളെല്ലാം അഴിച്ച് നോക്കി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ആ ഒരു സർവീസ് ജനറൽ സർവീസ് വരുന്ന ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്, ക്ലച്ച് അഴിച്ച് ക്ലീൻ ചെയ്യും. അപ്പം ബേസിക് സർവീസിനകത്ത് ഇതൊക്കെ വരുന്നതാണ്. അങ്ങനെ ക്ലച്ചിൻ്റെ അകത്തെ എല്ലാം നമ്മൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഇനിയും തിരിച്ചിടുന്നത്.
സ്കൂട്ടറിന് കമ്പനി പറയുന്ന മൈലേജ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്യുക. ടയർ പ്രഷർ നമ്മൾ ഫ്രീക്വൻ്റ്ലി വണ്ടി ഓടുന്ന ടൈമിലൊക്കെ എയർ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ പ്രോപ്പർ കിലോമീറ്റർ ആകുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ റീപ്ലേസ് ചെയ്യുക. പിന്നെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യുക. കിലോമീറ്റർ ആയെന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ് മാറുക. പിന്നെ ഓയിൽ ചേഞ്ച്, അത്രയും കാര്യങ്ങളെല്ലാം ചെയ്താൽ കമ്പനി പറയുന്ന ആ ഒരു മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. എനിക്ക് ഇതിലൊരു ആവറേജ് ഒരു 60+ എനിക്ക് മൈലേജ് ലഭിക്കാറുണ്ട്. ഒരു ഷോർട്ട് നമ്മളൊരു ഡെഡ് ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഒരു 55 to 58 റേഞ്ചിലും, അതുപോലെ ഒരു ലോങ് സ്ട്രെച്ച് ഹൈവേയിലൊക്കെ പോകുമ്പം എനിക്ക് 60 എബവും മൈലേജ് സുഖമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ടി.വി.എസിൻ്റെ വണ്ടി. പിന്നെ ഇതിൻ്റെ ഒരു BS6 വേർഷൻ ആയതുകൊണ്ട് പവർ ഡെലിവറി ഇച്ചിരി ഒരു ജെൻലി ആൻഡ് സ്മൂത്തായിട്ടാണ് നമ്മൾ കൈ കൊടുക്കുമ്പോൾ. വളരെ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് അല്ല, നമുക്ക് സ്മൂത്തായിട്ട് പവർ കയറുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ടി.വി.എസിൻ്റെ കോഴഞ്ചേരിയിലുള്ള ഷോറൂമിലാണ്. അതായത് ഐശ്വര്യ മോട്ടേഴ്സ് ഷോറൂമിലെല്ലാം ടോട്ടലി റിനോവേറ്റ് ചെയ്തതാണ്. സർവീസ് ഏരിയ ഫുള്ളി റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇവിടെ സർവീസിന് വന്നപ്പം ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടി ഒരേ സമയത്ത് 4-5 വണ്ടിക്കുള്ള ഒരു സ്പേസും ഏരിയ ഒക്കെ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാം ഫുള്ളി റിനോവേറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി. വീലഴിച്ച് നമ്മൾ ബ്രേക്ക് ഷൂവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് വീലഴിക്കുവാണ്. ബ്രേക്ക് പാഡിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ബ്രേക്ക് ഷൂ തിരിച്ച് സെറ്റ് ചെയ്തു. ഇനി ടയറും കൂടെ എടുത്ത് വെച്ചാൽ മതി. ടയർ എടുത്തു. വണ്ടിയുടെ ടയർ ഏകദേശം മാറാറായിരിക്കുകയാണ്. ഒരു 80% തീർന്നിരിക്കുവാണ്. ഇനി ഒരു 20% ഒക്കെ ഓടാനുള്ള അത്ര സേഫ് അല്ല. ഞാനിങ്ങനെ ഈ സർവീസൂടെ കഴിഞ്ഞിട്ട് ടയർ മാറാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അങ്ങ് എന്താ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ടയർ അഴിക്കുവാണ്. ഫ്രണ്ട് ടയർ അഴിച്ചു. അതിൻ്റെ കൂടെ ബ്രേക്ക് ഷൂവും കാര്യങ്ങളെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ബേസിക് സർവീസിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ടയറും തിരിച്ച് സെറ്റ് ചെയ്യുവാണ്. ഫ്രണ്ട് ടയറിൽ അത്യാവശ്യം കട്ടയുണ്ട്. അപ്പം ഫ്രണ്ട് ടയർ മാറാറായിട്ടില്ല. കാരണം നോർമലി സ്കൂട്ടറിൻ്റെയൊക്കെ ബാക്ക് ടയറാണ് ഒരു 7,000 to ഒരു 12,000 റേഞ്ചിലൊക്കെയാണ് കോമൺലി ഓടുന്നത്. ഇതെൻ്റെ ഒരു 10,000 കഴിഞ്ഞു. എടുത്തപ്പോൾ ഓയിലെന്ന് വെച്ചാൽ നമുക്ക് ടി.വി.എസിൻ്റെ ഓയിൽ തന്നെയാണ് കിട്ടുന്നത്. ഇതിന് വില വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്നത് 399 ആണ്. 400 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ 1 ലിറ്ററിൻ്റെയാണ് വരുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഷോറൂമിൽ സർവീസ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് മാറിത്തരുന്നത്. പിന്നെ ഓയിൽ മാറാൻ വേണ്ടി അഴിച്ചു വിട്ടു. അപ്പോൾ ഓയിൽ അത്യാവശ്യം കറുത്തിരിക്കുവാണ്. ഫിൽറ്ററും വരുന്നുണ്ട്. ആ പഴയ ഓയിൽ ഫുൾ ഡ്രെയിൻ ആകാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഒരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. 10-15. വണ്ടിയുടെ സർവീസിൻ്റെ ബേസിക്കായിട്ട് എല്ലാം ചെയ്ത് വണ്ടിയുടെ ഓയിൽ മാറി, ഫിൽറ്റർ മാറി, ടയർ ബ്രേക്ക് എല്ലാം അഴിച്ചെല്ലാം ക്ലീൻ ചെയ്ത്, ഫ്രണ്ട് ടയർ ബാക്ക് ടയർ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം അടിപൊളിയാക്കി. ഇനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ. വണ്ടിക്കും ക്ഷീണമില്ല, നമ്മൾക്കും ഇല്ല, ബാറ്ററിക്കും ഇല്ല. AMC എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബറിൽ, അതുപോലെ തന്നെ ഈ ഒരു 1 ഇയറിലെ AMC എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് 3 സർവീസിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാത്തിലും 5% ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നല്ല വണ്ടിക്ക് നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്, വാറണ്ടി ഉള്ള കസ്റ്റമേഴ്സിനും എടുക്കാം. വാറണ്ടി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് എടുക്കാവുന്നതാണ്. അത് അത്യാവശ്യം വണ്ടിക്ക് നല്ല ഓട്ടം ഉണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷനാണ് AMC. ഇതിൻ്റെ എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ വണ്ടിയുടെ സർവീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഓയിൽ, ഫിൽറ്റർ,
പിന്നെ വണ്ടി ഞാൻ കാണിക്കാം. വണ്ടി 10,000 കിലോമീറ്റർ, 10,298 കിലോമീറ്ററായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൽറ്റർ ഒന്ന് മാറി. കാരണം വണ്ടി എടുത്തേ പിന്നെ ഫിൽറ്റർ മാറിയിട്ടില്ലായിരുന്നു. ഒരു 10,000-15,000 കിലോമീറ്റർ ഫിൽറ്റർ മാറിയാൽ മതിയായിരുന്നു, എന്നാലും മാറി. പിന്നെ ബാക്കി എല്ലാമായിട്ട് എല്ലാം ക്ലീൻ ചെയ്തു. ബ്രേക്ക് എല്ലാം ടൈറ്റ് ചെയ്തു. ക്ലച്ചിൻ്റെ അകത്തെല്ലാം അഴിച്ചു. അവിടെ എല്ലാം ബ്രേക്ക് ഷൂ ഫ്രണ്ട് ബാക്ക് എല്ലാം റെഡിയാക്കി. അങ്ങനെ എല്ലാം ശരിയാക്കി. ഇതാണ് ഇതിന് വന്ന സർവീസ് കോസ്റ്റ്. അപ്പം ഞാൻ ഫിൽറ്ററൊക്കെ മാറിയോന്ന് തന്നെ ഫിൽറ്ററിന് വന്നതെന്ന് വെച്ചാൽ 269. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ വേണമെന്ന് വെച്ചാൽ 475. പിന്നെ ലേബറും എല്ലാം കൂടെ മൊത്തത്തിൽ 1,800, ഓൾമോസ്റ്റ് ഒരു 1,800 രൂപ സർവീസ് കോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു മാരുതിയുടെ വണ്ടിയൊക്കെ കോമൺലി ഒരു ഇയർലി ഒരു സർവീസ് ചെയ്ത് വരുമ്പോൾ ഒരു 4,500 വെച്ചാകുന്നത്. അതിലും കൂടുതൽ ആകുന്നുണ്ട്. കാരണം ഇതൊരു ഇയർലി ഒരു 2-3 to 4 ടൈംസ് ഒക്കെ സർവീസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. ഒരു 6,000+ കോസ്റ്റ് വരാറുണ്ട്. അങ്ങനെ വണ്ടിയെല്ലാം ഞാൻ തിരിച്ച് ഓടിച്ചുകൊണ്ട് വീട്ടിലെത്തി. അപ്പം ഓടിച്ചപ്പോൾ വളരെ സ്മൂത്താണ്. കുറച്ചുകൂടെ ഒരു ഓടിക്കുമ്പോൾ ആക്സിലറേഷനിലാണെങ്കിലും ആ ഒരു കുറച്ചുകൂടെ സ്മൂത്ത് ഫീൽ വരുന്നുണ്ട് നമുക്ക്. പിന്നെ ബ്രേക്ക് എല്ലാം ടൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് തോന്നി. പിന്നെ ബ്രേക്ക് പാഡ് ഒന്നും മാറേണ്ട അത്രയും ഒരു സ്പീഡിൽ ഞാൻ ഓടിക്കാത്തതുകൊണ്ട് ബ്രേക്ക് പാഡൊക്കെ കുറച്ചുകൂടെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക് പാഡൊന്നും മാറിയില്ല. ബ്രേക്കൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു എയർ ഫിൽറ്റർ എല്ലാം മാറിയതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.